റെഡിയല്ലേ? ഓക്കെ. നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ജില്ലയിലെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ എങ്ങനെയാണ്? എത്ര സീറ്റ് നിലവിലത്തെ സീറ്റുകൾ നിലനിർത്തുമോ അതോ? പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുവിൽ ഈ ജില്ല ശാന്തഗംഭീരമായ അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പിനെ പൊതുവിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നും എവിടെയും ശാന്തത അല്ലെങ്കിൽ സ്ഥലത്തും കലാപം മറ്റേതെങ്കിലും ഒരു ബഹളം ഉണ്ടാവുന്നില്ല. ജനാധിപത്യ പ്രക്രിയ അതിൻ്റെ ഉന്നത രൂപത്തിൽ വിനിയോഗിക്കാൻ ശാന്തഗംഭീരമായ അന്തരീക്ഷം കൊണ്ടാണ് പ്രചരണ പ്രവർത്തനം ശാന്തമായി നമുക്ക് രേഖപ്പെടുത്തി സഹകരിച്ച എല്ലാവരോടും റിസൾട്ട് വരുമ്പോൾ പൊതുവെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജില്ലയിൽ നമ്മളേക്കാളേറെ വിജയിക്കുകയും നിലവിൽ 5 സീറ്റായിരുന്നു. 19 സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. നല്ല റിസൾട്ടായിരിക്കും കിട്ടിയെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം SIR ഓരോ സ്ഥലത്തും നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് എല്ലാ നിലയിലും നല്ല പ്രതികരണമാണ് ഞാൻ ഈ SIR പരിശോധിച്ചപ്പോൾ ഉദാഹരണം 1,68,34 ഏറ്റുമാനം ഓൾ ചെയ്ത 1,22,400 ഇപ്രാവശ്യം 1,57,720 ആയോട്ട് വോട്ട് ഓൾ ചെയ്ത് 20,900 കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ് വോട്ട്. പക്ഷെ പെർസെൻറ്റേജ് പൊതുവിൽ കണ്ട സ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ ജില്ലയിൽ ഇടതുപക്ഷ നായകർക്ക് അനുകൂലമായി നല്ല പ്രത്യേകിച്ച് പാലാ ഉൾപ്പെടെ നല്ല റിസൾട്ടായിരുന്നു. ചില സ്ഥലത്ത് BJP ലീഗ് നടത്തി കൃത്യമാണ് താഴെ നിൽക്കാം. അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചു. അങ്ങനെയുള്ള ബന്ധങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം താഴെ വന്ന റിപ്പോർട്ടിൽ കാണാം. പൊതുവെ ഈ ജില്ലയിൽ SIR പ്രകാരം കുറവുള്ള പറഞ്ഞാലും 2021 നമുക്കുണ്ടായിരുന്നത് വോട്ടുകൾ ഓരോ സ്ഥലത്തെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിരുന്ന വോട്ടുകളെക്കാൾ സ്വാധീനിക്കുന്നു. ഇപ്പോൾ അത് 15,000 മുതൽ 11,000 വരെ താഴ്ന്ന രൂപത്തിലാണ് കുറവുണ്ട്. ആ കുറവുകളെ ആസ്പദമാക്കി പോൾ ചെയ്ത വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞപ്പോഴും പെർസെൻറ്റേജ് കൂടി വരുന്നു. ഇതാണ് പ്രധാനം. അതാണ് പെർസെൻറ്റേജ് കൂടി പറയുന്ന കാര്യം. പിന്നീട് ചില സ്ഥലങ്ങളിൽ BJPക്ക് കൊടുത്തുണ്ടായിരുന്നു. ഈ ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ ആ സ്ഥലത്ത് അവർ പലപ്പോഴും സ്വീകരിച്ച മാർഗം UDFിൻ്റെ ബൂത്തിനകത്ത് ചില സ്ഥലത്ത് യോജിച്ചിരിക്കുന്ന സ്ഥിതി ഈ ജില്ലയിൽ കാണാൻ അത് പല മണ്ഡലങ്ങളിൽ അനുഭവപ്പെട്ടു. അപ്പോൾ
ഉന്നയിച്ച ആക്ഷേപം അവർ ഈ കാര്യത്തിൽ ഡീൽ നടത്തിയതിനു ശേഷം ഉന്നയിക്കപ്പെട്ട ആക്ഷേപമാണ് അതിൽ പോലും കാണാൻ കഴിച്ചത്. ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഗവൺമെന്റ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നല്ല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി. അതിന് നല്ല സ്വാധീനം ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ജില്ലയിലെ സ്കൂളുകൾ, റോഡുകൾ, ആശുപത്രികൾ, ജലവൈദ്യുത പദ്ധതികൾ, ഒപ്പം ജലജീവൻ അടക്കമുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഈ ജില്ലയിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അതിനാധാരമായി അവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭ്യമായ സൗകര്യങ്ങളും ഉയർത്തിപ്പിടിച്ചു കാണാൻ നടന്നിരുന്നു എന്നുള്ളത് ഈ ജില്ലയിലെ നല്ല വിജയം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവിൽ നിങ്ങൾ പറയുന്നു ഈ ജില്ലയിൽ അഭിമാനകരമായ വിജയമുണ്ടാവും. ഒപ്പം അതിൻ്റെ അനുപാതികമായി തന്നെ സംസ്ഥാനത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ഊഴത്തിലേക്ക് കടക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ BJPക്ക് ഉണ്ടാകുന്ന സ്ഥലം ആ സ്ഥലത്ത് UDF ബൂത്തിനകത്ത് അവർ കാര്യങ്ങൾ പല BJPക്കാർ ആ കാര്യത്തിന് ബാക്കി കോൺഗ്രസിനോടാണ് UDF സഹകരിച്ചത്. ഒരു പല ഘട്ടങ്ങളിലായി ഞങ്ങൾക്കെതിരായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് BJP. അവർ പൊതുവിൽ ഈ കാര്യം UDF സഹകരിച്ചു. അതാണ് നമുക്ക് കാണാൻ കഴിയും. പല ജില്ലയിലെ പല മണ്ഡലങ്ങളിലും അതുകൊണ്ട് ഈ കടുത്തുരുത്തി എടുത്തു പറയാനുള്ളൊരു സാഹചര്യം വ്യക്തമായിരുന്നു. എടുത്തു പറയാനുള്ള സാഹചര്യം ഒന്നും അവിടെ BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. BDS എന്ന് പറഞ്ഞ് കൊടുത്ത സ്ഥാനാർത്ഥിയാകട്ടെ കാര്യമായി പ്രചരണ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യവും സ്റ്റീഫൻ ജോർജിനെ പ്രവർത്തിക്കാൻ വേണ്ടി അവസാനമായി എടുത്തു പറഞ്ഞ് 4000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നു. അത് BJP ആയി അവസാനമായി നടന്ന ഒരു ഡീലിൻ്റെ ഭാഗമാണ് UDF ജയിക്കാൻ ഇടവന്നത്. ഈ പ്രാവശ്യം അത് തുടരുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവിടെ BJPയുടെ താമര ചിഹ്നത്തിലാരും മത്സരിക്കാതെ മാറുന്നത് പ്രകടമായി കാണുന്നത്. ഈ ജില്ലയിലുടനീളം പരിശോധിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ രാഷ്ട്രീയത്തിലെ വോട്ട് നടന്നില്ലെന്നുള്ളതാണ്. പെർസെൻറ്റേജിൽ കൂടിയത് മാത്രമേ ഉള്ളൂ. അതെ, പെർസെൻറ്റേജിൽ കൂടിയത് മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത അത്ര വോട്ട് ചെയ്യാത്ത മണ്ഡലങ്ങളാണ് കയറിയുള്ളൂ. ഓരോ സ്ഥലത്തും കണക്കുവഴിയുമായി അല്ല, വൈക്കത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ സമാനമാണ്. വൈക്കത്ത് 2021 അവർ വോട്ട് ചെയ്തിട്ടുള്ളത് 1,24,201 വോട്ടാണ്. ഒരു പ്രാവശ്യം വോട്ട് ചെയ്തത്. അവർക്ക് ആകെയുള്ള വോട്ട് 1,64,469. ഈ 24,411. അപ്പോൾ വലിയ വ്യത്യാസം. വൈക്കത്ത് ഏതാണ്ട് സമാനമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ കണക്ക് തന്നെയാണ് ഈ പ്രാവശ്യം വോട്ട് ചെയ്തത്. മക്കളോട് കുറവാണ്. എന്നാൽ ഏറ്റവും ആദ്യം എടുത്ത് പറഞ്ഞത് അവിടെ ഏറ്റുമാനൂരിൽ 1,60,34 വോട്ടാണ് ടോട്ടലുള്ളത്. അടുത്ത പ്രാവശ്യം ചെയ്തത് 1,22,417. ഈ പ്രാവശ്യം ആകെ വോട്ട് 1,57,721. ഈ പ്രാവശ്യം വോട്ട് ചെയ്തത് 1,966 കുറവ്. ഇതനുസരിച്ച് പുറകോട്ട് പോകുമ്പോൾ മറ്റു പല മണ്ഡലങ്ങളിൽ ഇത് തന്നെ കാണും. അതുകൊണ്ടാണ് പെർസെൻറ്റേജ്. അതെ, പെർസെൻറ്റേജ് കൂടി കാണുന്നത് അത് SIR പ്രശ്നം തന്നെയാണ്. പെർസെൻറ്റേജ് കൂടുതൽ വളരെ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. അവർക്ക് മുഖ്യമന്ത്രിയായി എന്ന തരത്തിലേക്കുള്ള അത് സ്വപ്നം കാണുന്നപ്പോൾ ഈ ചക്രവർത്തിയാകുന്ന കാണുന്നില്ല. സംസ്ഥാനത്താകെ ഒരു പാറ്റേൺ തന്നെ ആ കാര്യം വിസ്മരിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. കൃത്യമായി കണക്ക് നോക്കി പറയാം. ഓരോ സ്ഥലത്തെയും 2021 ടോട്ടൽ വോട്ട് എത്രയായിരുന്നു, അതിലെത്ര പോളിസി. 2026 ടോട്ടൽ വോട്ട് എത്രയാണ്, അത് എത്ര പോളിസി. ഈ രൂപത്തിൽ നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ആ SIRന്റെ ആഘാതം എത്ര പെർസെൻറ്റേജ് വെക്കാൻ സഹായിച്ചു കൃത്യമായി കാണുന്നത്. അത് നോക്കിയിട്ടാണ് ആധികാരികമായി. അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, പെർസെൻറ്റേജ് കൂടിയതോ കുറഞ്ഞതോ നമുക്ക് ജൈവരാജ്യത്തിൻ്റെ ഒരു മാനദണ്ഡമായി എടുക്കാൻ കഴിയാത്ത പല റിസൾട്ടുകളും മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അതാണ് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത്. 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പല സ്ഥലത്തും പെർസെൻറ്റേജിനേക്കാൾ കുറവായിരുന്നു. പക്ഷേ ജയിച്ചത് UDF ആയിരുന്നു. അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. നമ്മൾ കേരളത്തിൽ കാണേണ്ടത് പാർലമെന്റിന്റെയും പഞ്ചായത്തിന്റെയും നിയമസഭയുടെയും വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്ത രൂപങ്ങളിലാണ്.
അതുകൊണ്ട് നമ്മൾ അനുഭവപ്പെടുന്നത് 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അനുഭവം അല്ലായിരുന്നു തെരഞ്ഞെടുപ്പിൽ വന്നത്. അതുപോലെ 2016 തെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ 16 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ബേസ് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് ശരിയാണ്. യഥാർത്ഥത്തിൽ കൃത്യമായി ശരി ശാസ്ത്രീയമായ നിലപാടുകൾ പരിശോധിക്കുമ്പോഴാണ് കൃത്യമായി അതുകൊണ്ട് ഞങ്ങൾ തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ വിഷയം പെർസെൻറ്റേജ് കുറഞ്ഞതല്ല, പെർസെൻറ്റേജ് കൂടിയതല്ല, പെർസെൻറ്റേജ് കുറയാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് വോട്ടർ നമ്മളെപ്പോഴും കണക്ക് കൂട്ടുന്നത് നമ്പർ ഓഫ് വോട്ടർ എത്ര ചെയ്തു, അതിലെത്ര കിട്ടി. ഭൂരിപക്ഷം കണക്കാക്കുന്നത് ശരിയല്ല. ഭൂരിപക്ഷത്തേക്കാൾ പ്രധാന നമ്പർ ഓഫ് വോട്ടർ എത്ര വർദ്ധിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ദീപയ്ക്കെതിരെ ഇന്ന് ഷോൺ ജോർജ് വിമർശനമായിട്ട് രംഗത്ത് വന്നു. പിന്നീട് PC ജോർജ് സഭാ സഭാ അധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്ന നടപടി അങ്ങേയറ്റം അപലനീയമാണ്, നിഷേധാർഹം. കാരണം സഭയുടെ നിലപാട് പറയാൻ ജനാധിപത്യ സംവിധാനത്തിൽ മതമേലധ്യക്ഷന്മാർക്ക് അവകാശമുണ്ട്. ആ അവകാശം ദീപി എഡിറ്റോറിയൽ ഞാൻ വായിച്ച എഡിറ്റോറിയൽ അവരാ എഡിറ്റോറിയൽ ഭംഗിയായി മനോഹരമായി അഭിനന്ദനാർഹമായ എഡിറ്റോറിയൽ അവർ കണ്ടതിലെഴുതി. ഇപ്പോൾ ഛത്തീഗഡിൽ കന്യാസ്ത്രീകളെ കയ്യാവും വെച്ച് കത്തോളം വെച്ചിട്ട് ദിവസം എന്തിനായിരുന്നു അവരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്ത് 8 ദിവസം ചെയ്തിട്ട് ഇപ്പോഴാ കുറ്റം നിൽക്കുകയാണ്. അച്ഛന്മാരെ ആക്രമിച്ചു. ഞാൻ അച്ഛന്മാരെ വീട്ടിപ്പോയത് ഒഡീഷയിൽ ജോഷി മാത്യു ഫാദറിനെ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ ഇടവകയിൽ കയറി പള്ളി ആക്രമിച്ച സംഭവം. അതിനുശേഷം ഒഡീഷയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് സംഭവം നടന്നു. ഉത്തരപൂർവ്വ ഭാരതത്തിൽ എനിക്ക് തോന്നി അടുത്ത കാലത്ത് 800 പരം ആക്രമണം ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘടിപ്പിച്ചു. ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ദീപിക പത്രം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ അഭിപ്രായം എടുത്തു എഴുതിയാൽ അതിന് അവരെ വിമർശിച്ചു കാര്യമുള്ളൂ. യാഥാർത്ഥ്യ സൃഷ്ടിപരമായ ഒരു വിമർശനം എല്ലായ്പ്പോഴും മാധ്യമങ്ങൾ സൃഷ്ടിപരമായ വിമർശനം ഉയർത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യും. ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നാൽ അതിനെ സ്വാഗതം ചെയ്യും. അതാണ് യഥാർത്ഥ ജനാധിപത്യത്തിൽ സ്വീകരിക്കേണ്ട മാതൃക. ജനാധിപത്യത്തിന്റെ പുറത്തെച്ചാണ് മീഡിയ. ആ മീഡിയ കാര്യങ്ങൾ പറയുമ്പോൾ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ പ്രതികരിക്കാം. പക്ഷേ ആ DB എഴുതിയ എഡിറ്റോറിയൽ യാഥാർത്ഥ്യമുണ്ട്, വസ്തുതാപരമായ കാര്യമാണ്, ഏറെ അഭിനന്ദനാകരമായ കാര്യമാണ് DB എഡിറ്റോറിയൽ ഞാൻ വായിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഉത്തരപൂർവ്വ ഭാരതത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രൂപത്തിൽ ആക്രമണങ്ങൾ തോന്നുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അത് മതമേ അധ്യക്ഷന്മാർക്കുണ്ട്. അതിനെക്കുറിച്ച് അവർ പറഞ്ഞാൽ അവരെ വിമർശിക്കാനും അവരെ ആക്രമിക്കാനും നിർവ്യാപിക്കാനും അങ്ങേയറ്റം അപലനീയമാണ്, പ്രതിഷേധമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ചെയ്തുകൂടാത്ത രൂപത്തിലുള്ള പ്രതികരണമാണ്. അധിക്ഷേപത്തിനൊക്കെ അപ്പുറത്തേക്ക് കുരയ്ക്കുകയാണെന്നൊക്കെയുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത്തരത്തിൽ മാത്രമല്ല അത് ഈ അങ്ങനെ പറയാനുള്ള ധൈര്യം ഈ 2 നേതാക്കൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? BJPയുടെ പ്രധാന നേതാക്കളാണോ? അത് കൃത്യമായി BJPയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പറയുന്നത് രാജ്യത്തൊരു മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നിൽക്കുന്നവരാണ് BJP, RSS. ആ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ തടസ്സമായി നിൽക്കുന്നതിന് അവർ ഉന്നയിച്ചിരിക്കുന്ന 3 കൂട്ടരാണ് അവരുടെ ശത്രുക്കൾ. നിങ്ങൾ ഗുരുജി ഗോൾവോൾക്കറുടെ ബഞ്ച് ഓഫ് തോട്ട് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് മാത്യു പ്രവർത്തകർ. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വിചാരധാര. ആ പുസ്തകത്തിന്റെ 20ാം ചാപ്റ്ററിൽ കൃത്യമായി പറയുന്നു ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ള ആദ്യത്തെ ലക്ഷ്യം RSS BJP. അതിന് തടസ്സമായി നിൽക്കുന്നത് 20ാം ചാപ്റ്റർ വിശദീകരിക്കുന്നുണ്ട് 3 കൂട്ടരാണ്. നമ്പർ 1 ഇസ്ലാം, നമ്പർ 2 ക്രിസ്ത്യാനി, നമ്പർ 3 കമ്മ്യൂണിസ്റ്റ്. ഈ 3 കൂട്ടരെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നാണ് ആ ഗുരു ഗോൾവോൾക്കറുടെ ആശയപ്രബന്ധ തീർത്തുകൊണ്ടുള്ള പ്രാഥമിക വിശദീകരണം നടത്തുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം ഇരിക്കുന്ന പുസ്തകത്തിലെ 20ാം ചാപ്റ്ററാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന BJPയുടെ നേതാക്കന്മാരിൽ നിന്ന് പറഞ്ഞില്ലെങ്കിലേ അർത്ഥമുള്ളൂ. അവരിപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് വരുന്നതിന് ഭാഗമാണ് BJP കൊടുക്കുന്ന ഉത്തേജനമാണ് ഇതുപോലെ സഭാധ്യക്ഷന്മാരെയും DBയെ പിന്തുണയ്ക്കാൻ ഇടപെടുന്നത്. അത് അങ്ങേയറ്റം അപലനീയമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കും.